ओम श्री चन्मेश्वरवे नमः। ओम सदाशिवसमारम्भः शंकराचार्यमध्यमाम् अस्मदाचार्यपर्यन्तं वन्दे गुरुपरम्पराम्। ओम श्री वेदव्यासाय नमः। ओम श्री वेदव्यासाय ओम श्री वेदव्यासाय नमः। हरि ओम। संपूज्य श्री श्री सच्चिदानंद സ്വാമി അവർക്കും നമ്മളുടെ സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ നമസ്കാരം അറിയുന്നു. ഇന്ന് അത്യന്തം പവിത്രമായിട്ടുള്ള ഒരു സുദിനമാണ്. ഗുരുപൂർണിമ വ്യാസജയന്തി. സാമ്പ്രദായിക രീതിയിൽ സന്യാസിമാർ ചാതുർമാസ്യ വ്രതം തുടങ്ങുന്ന ആഷാഢ മാസത്തിലെ പൗർണമി. ഈ സുദിനത്തിലാണ് ഇവിടെ സംപൂജ്യ സ്വാമിജിയുടെ ചാതുർമാസ്യ വ്രതം സമാരംഭിക്കുന്നത്. അതുപോലെ തന്നെ 60 ദിവസം അനർഗളമായിട്ട് ഇവിടെ നടക്കാൻ പോകുന്ന ഭജന ആ പരിപാടി ഇവിടെ സമാരംഭിക്കുകയാണ്. ഭജന ഭജ സേവായ. ഭജ ലോകത്തിൻ്റെ സംസ്കൃതത്തിലുള്ള അർത്ഥം സേവായ, സേവ, ഭഗവത് സേവയാണ് ഭജന. ഭജഗോവിന്ദത്തിലെ ശങ്കരഭഗവത്പാദന്റെ ഭജഗോവിന്ദത്തിലെ ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ എന്ന് പറയും. നമ്മുടെ മൂഢമതികളായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും നമ്മുടെ അജ്ഞാനം, മൂഢമതികളുടെ അജ്ഞാനികളും ആത്മ അജ്ഞാനികളുടെ അർത്ഥം. ഈ സേവ കൊണ്ട് നമുക്ക് മെല്ലെ നമ്മുടെ മനോമാലിന്യങ്ങൾ ഇല്ലാതാക്കി മനസ്സിനെ വിശുദ്ധിയുടെ തലത്തിലേക്ക് ഉയർത്തി ആത്മജ്ഞാനത്തിന് പാത്രമാകുക. ഇതാണ് ഇവിടെ ഭജ ഗോവിന്ദം. ഗോവിന്ദം എന്ന് നമ്മൾ വിചാരിക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ വേറൊരു പേര്. അത് മാത്രമല്ല, ഗോവിന്ദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോപിഹി വിന്ദതേ ഇത് ഗോവിന്ദ. ഗോപിഹി എന്ന് പറഞ്ഞാൽ വേദൈഹി. വേദങ്ങൾ ആണ് നമ്മുടെ ഹിന്ദുക്കളുടെ സനാതന ധർമ്മികളുടെ വൈദിക ധർമ്മികളുടെ അടിസ്ഥാന പ്രമാണ ഗ്രന്ഥം വേദങ്ങൾ, ചതുർവേദങ്ങൾ. ആ ചതുർവേദങ്ങളുടെ അവസാന ഭാഗമാണ് ഉപനിഷത്തുകൾ. ആ ഉപനിഷത്തുകളിലൂടെ ലഭ്യമാകുന്ന ആ സത്യം, അതാണ് യഥാർത്ഥ ഗോവിന്ദ തത്വം. ആ തത്വത്തെയാണ് ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ എന്ന് ശങ്കരഭഗവത്പാദർ പാടി നമ്മളുടെ മനസ്സിലേക്ക് ആകർഷിക്കുന്നു. സാക്ഷാത് ഭഗവാൻ പരമാത്മാവാണ്. അതാണ് യഥാർത്ഥ ഗോവിന്ദൻ. പിന്നെ സഗുണ രീതിയിൽ ആരാധിക്കുമ്പോൾ ഗോവിന്ദ ഭഗവാൻ കൃഷ്ണൻ, അല്ലെങ്കിൽ മഹാവിഷ്ണു, അല്ലെങ്കിൽ സുബ്രഹ്മണ്യൻ, അല്ലെങ്കിൽ ദക്ഷിണാമൂർത്തി, ശിവൻ, ദേവി, ഗണപതി, ഏത് രൂപത്തിലും ആകാം നമ്മുടെ ആരാധനാമൂർത്തി. അതിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ പൂർവികർ, പൂർവസൂരികൾ, ഋഷീശ്വരന്മാർ നമുക്ക് തന്നിട്ടുണ്ട്. ഈ സുദിനത്തിന് പറഞ്ഞു വ്യാസജയന്തിയാണ്. ഗുരുപൂർണിമ വ്യാസജയന്തിയാണ്. ആരാണ് ഈ വ്യാസഭഗവാനുള്ള നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കുന്നത്? വ്യാസഭഗവാൻ വ്യാസഭഗവാൻ ഒരു ഋഷി അല്ല. വാസ്തവത്തിൽ ഹിന്ദുധർമ്മത്തിലെ, ഹൈന്ദവ ചരിത്രത്തിലെ, ഭാരതീയ സംസ്കൃതിയിലെ ആദ്യത്തെ ഹിന്ദു മിഷണറിയാണ് വ്യാസഭഗവാൻ. വ്യാസഭഗവാന്റെ കാലം വരെ നമ്മുടെ അടിസ്ഥാന പ്രമാണ ഗ്രന്ഥങ്ങളായിരുന്ന ചതുർവേദങ്ങൾ പല ആശ്രമങ്ങളിൽ, പല ഋഷീശ്വരന്മാരുടെ കുടീരങ്ങളിൽ ഇങ്ങനെ ഛിന്ന ഭിന്നമായിട്ട് ചിതറി വ്യാപിച്ചു കിടക്കുകയാണ്. ഇതുപോരാ ഭവിഷ്യദർശിയായിരുന്ന
ഭഗവാൻ വേദവ്യാസൻ ഇവിടെ വേദവ്യാസ പൂജ നടത്തണം. വ്യാസായ വിഷ്ണുരൂപായ, വ്യാസ വാസ്തവത്തിൽ വിഷ്ണു ഭഗവാന്റെ അവതാരം തന്നെ. ഭഗവാൻ വ്യാസം അവതരിച്ചു. വ്യാസഭഗവാൻ സംഗതികളെ വിലയിരുത്തി ഈ വേദങ്ങൾ അവയെ ക്രോഡീകരിക്കണം. അങ്ങനെ ചിതറിക്കിടക്കുന്ന വേദങ്ങൾ, അതായത് മന്ത്രങ്ങൾ, ബ്രാഹ്മണങ്ങൾ, ആരണ്യകങ്ങൾ, ഉപനിഷത്തുക്കൾ ഇവയെ എല്ലാം സമാഹരിച്ച് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം ഈ 4 വേദങ്ങളായിട്ട് ഭാഗിച്ച് തൻ്റെ പ്രധാനപ്പെട്ട 4 ശിഷ്യന്മാർക്ക് പൈലൻ, വൈശമ്പായനൻ, പിന്നെ സുമന്തു, പിന്നെ ജൈമിനി, സുമന്തു, സാമവേദങ്ങൾ, അഥർവവേദങ്ങൾ ഈ 4 ശിഷ്യന്മാർക്കായിട്ട് പകർത്തു കൊടുത്ത് അവരോട് അതിൻ്റെ പ്രചാരണം നടത്താനായിട്ട് നോക്കുക. ഒരു ഭാവി ദീർഘദൃഷ്ടിയായി വരും തലമുറയുടെ ജനറേഷൻസ് ടു കം അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സനാതന ധർമ്മത്തെ അതിൻ്റെ സംരക്ഷണത്തിൻ്റെ ആ ചുമതല ആദ്യമായിട്ട് ഏറ്റെടുത്ത് ഭഗവാൻ വേദവ്യാസൻ വന്നു വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു. ഇനി വേദങ്ങളൊക്കെ വാസ്തവത്തിൽ വളരെ നിഗൂഢങ്ങളായിട്ടുള്ള തത്വങ്ങളാണ്. ഞാനും നിങ്ങളും വേദങ്ങൾ വായിച്ചത് മനസ്സിലാകില്ല. മന്ത്രങ്ങളൊക്കെ പഠിക്കാം, പക്ഷെ അതിൻ്റെ അർത്ഥം ആന്തരികമായിട്ടുള്ള ഗൂഢാർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാകില്ല. അതുകൊണ്ട് കാരണം എന്താ, ആധുനിക സംസ്കൃതം പഠിച്ചിട്ടുള്ള MA ആണെങ്കിൽ PhD ആണെങ്കിലും പഠിച്ചിട്ടുള്ള ആൾ കൂടി വേദത്തിൻ്റെ അർത്ഥം മനസ്സിലാകില്ല. കാരണം എന്താ, അത് വൈദിക സംസ്കൃതമാണ്. ആധുനിക സംസ്കൃതം, ലൗകിക സംസ്കൃതം അത് വരുന്നത് ഇത് വൈദിക സംസ്കൃതമാണ്. അതുകൊണ്ട് ഭഗവാൻ വേദവ്യാസൻ ദീർഘദൃഷ്ടിയായ ഭഗവാൻ വേദവ്യാസൻ എല്ലാം സാധാരണക്കാർക്ക് വൈദിക തത്വങ്ങൾ, വേദങ്ങളിലെ തത്വങ്ങൾ, ഉപനിഷത്തുകളിലെ തത്വങ്ങൾ, ആ തത്വങ്ങൾ അവർക്ക് സരളമായിട്ട് അനായാസേന എളുപ്പത്തിൽ ഗ്രഹിക്കുന്ന വിധത്തിൽ ഇതിഹാസം മഹാഭാരതം രചിച്ചു. മഹാഭാരത ഇതിഹാസം, മഹാഭാരതത്തിൽ വാസുന്നത് ഇത് ഉപനിഷത്ത് തത്വങ്ങളുടെ ഉപബ്രഹ്മണമാണ്. അതിൻ്റെ വിവരണമാണ്. അതിൻ്റെ ലളിതകൽക്കുന്ന കഥകളിലൂടെ, ഉപകഥകളിലൂടെ, ആഖ്യാനങ്ങളിലൂടെ, ഉപാഖ്യാനങ്ങളിലൂടെ വൈദിക തത്വങ്ങൾ, പരമമായിട്ടുള്ള തത്വങ്ങളെല്ലാം സാധാരണക്കാരുടെ മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വേദവ്യാസൻ ഇതിഹാസങ്ങൾ. ഇനി മഹാഭാരതം എന്ന ഇതിഹാസം നിന്നില്ല, 18 പുരാണങ്ങൾ, 18 പുരാണങ്ങൾ വേദവ്യാസൻ. ഓരോ പുരാണത്തിലും ലക്ഷക്കണക്കിന് ശ്ലോകങ്ങളാണ്. മഹാഭാരതത്തിൽ തന്നെ 1,26,000 ശ്ലോകങ്ങൾ. അങ്ങനെ 18 പുരാണങ്ങൾ വേറെ പോരാ, 18 ഉപപുരാണങ്ങൾ. അപ്പം 18 പുരാണങ്ങൾ, 18 ഉപപുരാണങ്ങൾ ഇവയെല്ലാം വേദവ്യാസന്റെ രചനയാണ്, സൃഷ്ടിയാണ്. ഇതെല്ലാം എന്തിനു വേണ്ടി ചെയ്തു? ഇത് അവിടുന്ന് അദ്ദേഹം ചെയ്തതുകൊണ്ടാണ് ഇന്ന് സനാതന ധർമ്മത്തെ അതിൻ്റെ നൂതനത്വത്തിൽ, അതായത് 10,000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഋഷീശ്വരന്മാർ ചൊല്ലിയിരുന്ന പുരുഷ സൂക്തം അല്ലെങ്കിൽ രുദ്രസൂക്തം, എത്രയോ സൂക്തങ്ങളാണല്ലേ, അവയെല്ലാം ഇന്നും അതിൻ്റെ നിത്യ നൂതനതയിൽ നമുക്ക് ചൊല്ലാൻ സാധിക്കുന്നു. അതുകൊണ്ട് വ്യാസഭഗവാന്റെ ഈ പ്രവർത്തനം ഹേതുവായിട്ട് അതുകൊണ്ടാണ് വ്യാസഭഗവാനായിട്ട് നമ്മൾ വ്യാസജയന്തി ഗുരുപൂർണിമയായിട്ട് സമസ്ത ഗുരുക്കന്മാർ കൊണ്ടുള്ള നമ്മുടെ നമസ്കാര ദിനമായിട്ട്, സമർപ്പണ ദിവസമായിട്ട് നമ്മൾ സമാചരിക്കുന്നു, ആഘോഷിക്കുന്നു. ഈ സുദിനത്തിലാണ് വാസ്തവത്തിൽ ഇന്ന് നമ്മൾ ഇവിടെ നിലകൊള്ളുന്നത്. ഇവിടെ പൂജ്യസ്വാമിജിയുടെ ഈ ചാതുർമാസ്യ വ്രതം, അത് സന്യാസിമാർ സാമ്പ്രദായിക രീതിയിൽ സന്യാസിമാർ ജീവിക്കുന്ന സന്യാസിമാർ അവർക്ക് മഠത്തിൽ മാത്രം ഏതെങ്കിലും ഇവിടെ അല്ലെങ്കിൽ വേറൊരു മഠത്തിൽ മാത്രം ഈ 4 മാസവും അവർ അവരുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം, അവിടെ താമസിക്കണം, പുറത്തു പോകാൻ പാടില്ല. പിന്നെ സാധനകൾ അനുഷ്ഠിക്കണം, സ്വാധ്യായം ചെയ്യണം, പിന്നെ ഭക്തജനങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് സത്സംഗങ്ങൾ സംഘടിപ്പിക്കണം. ഇതെല്ലാം ചെയ്യണം. അങ്ങനെ
ഇവിടെ പൂജ്യ സ്വാമി ഇവിടെ 4 മാസം 2 മാസം 4 വർഷം അപ്പം 2 മാസം 60 ദിവസം ഇവിടെ വൈകുന്നേരങ്ങളിൽ മാത്രമല്ല പൂർണ്ണ ദിവസവും ഭജന. അപ്പം ഈ സംഗീത സാന്ദ്രമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിച്ച് വേദ ഉപനിഷത്തുക്കളെല്ലാം പാരായണം ചെയ്ത് സത്സംഗങ്ങൾ നടത്തി വരാൻ കൂടി 60 ദിവസം എല്ലാവർക്കും വളരെ അനുഗ്രഹദായകമായിട്ടുള്ള ദിനങ്ങളായിരിക്കും. ആത്മീയമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മളെ കൊണ്ടിയെത്തിക്കുകയും നമ്മുടെ മനസ്സിന് ശാന്തി, സമാധാനം, തൃപ്തി ഇതെല്ലാം തരുന്ന വിധത്തിൽ ഈ അന്തരീക്ഷത്തെ സൃഷ്ടിക്കുകയും ചെയ്യുന്ന പൂജ്യ സ്വാമിക്ക് ഈ ചാതുർമാസ്യ പ്രവർത്തന എല്ലാ ആശംസകളും നേരുന്നു. ഗുരുപരമ്പരയുടെ മുഴുവൻ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇതിന് പങ്കാളികളായതെല്ലാം ഭാഗ്യം ലഭിച്ചിരിക്കുന്ന ഭക്തജനങ്ങളും ഏവർക്കും എൻ്റെ ആശംസകൾ നേരുന്നു. എല്ലാവർക്കും വിശേഷന്മാരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, ഗുരുപരമ്പരയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ.